ഒരു മണ്ഡല അടിസ്ഥാനത്തിൽ നടത്താൻ ആഗ്രഹിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ വിപുലമായ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ പണികളും കഴിഞ്ഞു. ഞാൻ അത്യാവശ്യം അവിടെ ചില പണികൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും കൊണ്ടുവന്നതിലും ഒരിക്കലൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ബാക്കിയുള്ള പണികളും ക്ലിയറായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നാളെ ഒരു ഗ്രാമപണിക്കരാണ് പതാക ഉയർത്തും. അത് കഴിഞ്ഞാൽ നാളെ മറ്റന്നാള് നമ്മുടെ മന്ത്രി കെ രാജൻ വന്ന് അതിന്റെ മറ്റുള്ള കർമ്മങ്ങൾ നടത്തും. പിന്നെ ഘട്ടഘട്ടമായി ഞങ്ങൾ പല മന്ത്രിമാരും ക്ഷണിച്ചിട്ടുണ്ട്. അവരെ സമയം നോക്കിയിട്ട് ഈ പരിപാടികൾക്ക് പങ്കെടുക്കാമെന്ന് ചില ഉറപ്പുകൾ ചിലർ നൽകിയിട്ടുണ്ട്. എന്തായാലും ഒരു മന്ത്രി മാത്രമല്ല വരുന്നത്, പല മന്ത്രിമാരും നമ്മുടെ കരിപ്പടി ഫെസ്റ്റിവൽ പങ്കെടുക്കാൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഭംഗിയായിട്ട് നടക്കും. പിന്നെ മാത്രമല്ല നമ്മുടെ പ്രദേശത്ത് ഇങ്ങനെ വലിയ ഞങ്ങളുടെ കമ്മിറ്റി ചില കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ബീച്ച് ഫെസ്റ്റിവൽ മാത്രം നടത്തിയാൽ പോരാ, ആൾക്കാരെ അറിയപ്പെടുന്ന രീതിയിലുള്ള ചില വികസനങ്ങൾ ആ പ്രദേശത്ത് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. വെറുതെ കുറെ പൈസ ചെലവാക്കി മുന്നോട്ട് പോകുന്നത് ശരിയല്ലല്ലോ. അപ്പൊ അതിന് ശാശ്വതമായ ഒരു പരിപാടി എന്ന നിലയിൽ അതും കൂടി ഈ കമ്മിറ്റി ആലോചിച്ച് നമ്മുടെ കരിപ്പടി പ്രദേശത്ത് ഒരു വികസനം, പൂർണ്ണമായ ഒരു വികസനം കൊണ്ടുവരാനുള്ള ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാനുള്ള ഏർപ്പാട് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. അതും ഇതിന്റെ ഒരു ഭാഗമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നാട്ടിക നിയോജക മണ്ഡലം ഒരു ബീച്ച് ഫെസ്റ്റിവൽ എന്നുള്ള രീതിയിലാണ് 11ാമത്തെ എഡിഷൻ ബഹുമാനപ്പെട്ട MLA ചെയർമാനായിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് നമ്മൾ അതിന്റെ സംഘാടന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സംഘാടന പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടുന്നതാണ് ഇതിന്റെ സംഘാടക സമിതി. ഞങ്ങളുടെ മുന്നിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ ആളുകളും, ഇതിന്റെ സംഘാടകരായ ആളുകൾ അതുമായൊക്കെ ബന്ധപ്പെട്ട് തിരക്ക് മൂലം ഈ വർഷം നടത്തണോ എന്ന ഒരു ആശങ്ക നേരത്തെ തന്നെ ഉണ്ടായി. വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ വലിയൊരു കൂട്ടായ്മ എന്നുള്ള രീതിയിലേക്ക് ഈ വർഷം തെരഞ്ഞെടുപ്പ് മൂലം മാറ്റിവെക്കരുത്, എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും വലിയൊരു ടാസ്ക് എന്ന രൂപേണ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന സംഘാടക സമിതിയുടെ ഇച്ഛാപൂർണമായ കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിലാണ് ഈ വർഷം അത് നടത്തണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. തെരഞ്ഞെടുപ്പിന് ശേഷം 15ാം തീയതിയോട് കൂടിയാണ് പ്രാഥമികമായിട്ട് അതിന്റെ എല്ലാ കടമകളിലേക്ക് കടന്നത്. ഇപ്പൊ ഏകദേശം ഒരു 9 ദിവസം കൊണ്ട് MLA പറഞ്ഞ ഒരു വലിയ ടാസ്ക് ഒരു പരിധി വരെ പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ വിപുലമായ പരിപാടികളാണ് ഈ വർഷം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇപ്പൊ കേരളത്തിലെ പ്രശസ്ത ഗായിക റിവി ടോമിയാണ് 30ാം തീയതി റിവി ടോമി ലൈവുമായി തീരദേശത്ത് കരിപ്പടി ബീച്ചിൽ എത്തുന്നത്. 25ാം തീയതി വലിയ ഒരു മ്യൂസിക്കൽ ബാൻഡ് ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ അൻവർ സദാത്തും ഹർഷവർദ്ധനൊക്കെ നയിക്കുന്ന ഒരു ബാൻഡ് അതിന്റെ ഭാഗമായിട്ട് അണിച്ചൊരുക്കിയിട്ടുണ്ട്. 27ാം തീയതി കായിക പരിപാടികളുമായി ബന്ധപ്പെട്ട് കളരിപ്പയറ്റും ജൂഡോയും കരാത്തയും ഒക്കെ അതിന്റെ പ്രദർശനങ്ങളും ഒക്കെയാണ് 27ാം തീയതി തയ്യാറാക്കിയിട്ടുള്ളത്. 26ാം തീയതി ഇന്റർനാഷണൽ റാപ്പർ DJ സന ആദ്യമായി തീരദേശത്ത് എത്തുകയാണ്. 26ാം തീയതി DJയുമായി ബന്ധം. 28ാം തീയതി വള്ളുവനാട് കൃഷ്ണകലാനിലയത്തിന്റെ നാടൻ പാട്ട് ഞാറ്റുപാട്ട് ഫോക്ക് ഈവന്റ് ആണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. 29ാം തീയതി കേരളത്തിന്റെ പ്രശസ്ത പിന്നണി ഗായകൻ കൊല്ലം ഷാഫിയും പിന്നെ ഗോകുൽരാജും നയിക്കുന്ന വലിയ ഒരു മെഗാ ഗാനമേളയാണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. 30ാം തീയതി ഞാൻ സൂചിപ്പിച്ചു റിമി ടോമിയുടെ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. 31ാം തീയതി 7 മണി മുതൽ ക്രിസ്മസ് ന്യൂ ഇയർ ഈവന്റ് പുതുവത്സര പിറവി വരുന്നത് പോലെ കഴിഞ്ഞ 10 വർഷങ്ങളിലെ പോലെ തന്നെ 12 മണി വരെ ബീച്ചിൽ നമ്മുടെ പരിപാടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 ടീമിന്റെ പരിപാടി. ഇപ്പൊ ഏറ്റവും പുതിയതായി നിൽക്കുന്ന കേരവൻ മ്യൂസിക്കൽ ബാൻഡും തുടർന്ന് കണ്ണൂരിലെ ഇരട്ട സഹോദരിമാരുടെ DJ നൈറ്റ് വാട്ടർ ടൈമും ഒക്കെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. 35 അടിയുള്ള ക്രിസ്മസ് പാപ്പ 12 മണിക്ക് കത്തിച്ചുകൊണ്ടാണ് നമ്മുടെ പരിപാടികൾക്ക് എന്നും വിരാമം കുറിക്കാറ്. തുടർന്ന് വർണ്ണമഴ സംഘടിപ്പിക്കാറുണ്ട്. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും കലാപരിപാടികൾക്കപ്പുറത്ത് ഗ്രൗണ്ടിൽ തെക്കുവശം ഒരു 4 മണിയോടുകൂടി വിവിധ കലാരൂപങ്ങൾ എല്ലാ ദിവസവും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള വീരനാട്യം, കൈകൊട്ടിക്കൊള്ളി പരിപാടികൾ, സ്പോർട്സ് അക്കാദമിയുമായൊക്കെ ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള സ്പോർട്സ് അക്കാദമി പരിപാടികൾ,
നമ്മുടെ തുള്ളൽ കലാകാരന്മാർ 9 ആളുകൾ അണിനിരക്കുന്ന ഓട്ടം തുള്ളൽ പകല് ഇത്തരം പരിപാടികൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദഫ്മുട്ട്, ഒപ്പന തുടങ്ങി കേരളത്തിലെ തനതായ എല്ലാ നാടൻ കലാരൂപങ്ങളും എല്ലാ ദിവസവും 4 മണി മുതൽ നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ തെക്കേ ഗ്രൗണ്ടിൽ കാണികൾക്ക് ഫലപ്രദമായി കാണാവുന്ന രീതിയിലേക്കാണ് ഇതിന്റെ പരിപാടികൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 25-ാം തീയതി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി കെ രാജൻ അവർകളാണ് 7 മണിക്ക് ബീച്ച് ഫെസ്റ്റിവലിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുക. 24-ാം തീയതി നാളെ ബീച്ച് ഫെസ്റ്റിവലിന്റെ ഔപചാരികമായ കൊടിയേറ്റം 11 വർഷവും നിർവഹിച്ചിട്ടുള്ളത് അവണയങ്ങാട്ട് കളരി രഘുരാമൻ പണിക്കരാണ്. ഈ വർഷവും രഘുരാമൻ പണിക്കർ തന്നെയാണ് പരിപാടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഈ 8 ദിവസവും കേരളത്തിന്റെ പ്രിയപ്പെട്ട മന്ത്രിമാരും സാംസ്കാരിക പ്രവർത്തകരും മറ്റു സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രഗത്ഭരുമൊക്കെ ഓരോ ദിവസവും ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്ന രീതിയിലേക്കാണ് ഈ പരിപാടി അറേഞ്ച് ചെയ്തിട്ടുള്ളത്.